സിനിമയിൽ ഇപ്പോൾ രവീന്ദ്രൻ മാഷായിട്ടുള്ള ഒരു സൗഹൃദം ലൈം ലൈറ്റിൽ പീക്കിൽ നിൽക്കുന്ന രണ്ട് സംഗീത സംവിധായകർ, ഒരാൾ അതിൽ സംഗീതം ചെയ്യുന്നു, അതേപോലെ തന്നെ വേറൊരാൾ അതിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നു. അത് രവീന്ദ്രൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകനും ജോൺസൺ എന്ന് പറഞ്ഞ സംഗീത സംവിധായകനും ഒരുപാട് സിനിമകൾ, ഇപ്പോൾ അമരത്തിൽ പാട്ടുകൾ രവീന്ദ്രൻ മാഷയാണ്, പക്ഷേ പശ്ചാത്തല സംഗീതം ജോൺസൺ മാഷയാണ്. അങ്ങനെ യാതൊരു ഈഗോ ഇല്ലാണ്ട് ഒരുപാട് പടങ്ങൾ വർക്കുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നില്ല. പശ്ചാത്തല സംഗീതം ഒരുക്കുക എന്നുള്ളത് അതൊരു വേറൊരു ഇതും കൂടുതൽ ഗ്ലാമർ ഉള്ളത് പാട്ടുകൾ ഒരുക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളൊക്കെ വളരെ ലൈവായിട്ട് വളരെ പീക്കിൽ നിന്നിരുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. രവീന്ദ്രൻ മാഷൊക്കെയായിട്ടുള്ള ഒരു സൗഹൃദം ഒക്കെ എങ്ങനെ? രവീട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അനിയനെ പോലെയാണ് എന്നെ കാണുന്നത്. ഞാൻ മദ്രാസിൽ പോയ നീ എവിടെ എത്തി? ഞാൻ മദ്രാസിൽ ചേട്ടാ ഞാൻ വരള എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ഇടയ്ക്കൊക്കെ കാണും. സ്റ്റുഡിയോയിലൊക്കെ വരും രവിവേട്ടൻ. പിന്നെ അതുപോലെ തരങ്ങണിയിൽ വരാണെങ്കിൽ ചിലപ്പോൾ എന്നെ ആയിരിക്കും പുള്ളി അസിസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നത്. ഭയങ്കര കമ്പനി ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പോൾ അങ്ങനെ ഒരു ഈഗോ ഒന്നുമില്ല. അപ്പോൾ എന്താ പറയുക, അതൊക്കെ എൻ്റെ ഭാഗ്യമാണ്. ഇപ്പോൾ ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും സാധിച്ചത് വലിയൊരു ഭാഗ്യം തന്നെയാണ്.